നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമ്മിലടി ശക്തം കോൺഗ്രസിൽ. കെ സുധാകരൻ വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം വലിയൊരു ഒരു തർക്ക വിഷയത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന തരത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമാകുന്നുവെന്നാണ് കെ സുധാകരന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അതൊരു പരസ്യമായ പോര്, തമ്മിലടി, ആ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് പുതിയ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവരണമെന്ന സൂചന നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ സുധാകരൻ പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ VD സതീശൻ ആർമി ഇറങ്ങുകയും അതിനെതിരെയുള്ള കമന്റുകൾ അവർ ഈ പോസ്റ്റിന് കീഴെ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കെ സുധാകരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിശ്ചിതനായ സംഘാടകനും ശക്തനായ നേതാവുമായ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ നിർവഹിച്ച് രാഹുൽ ജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തകരെ ഉണർത്തിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അതൊരു നേതാവിന്റെ സംഘടനാ മികവിന്റെ തെളിവാണ്. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരം ഒരു ദൂരദർശിയുള്ള നേതൃത്വമാണ്. ലീഡർ ശ്രീ K കരുണാകരൻ, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ വയലാർ ജി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമനായി ഉയരാൻ KCക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തമാണ്. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണ് പ്രതിഫലിക്കുന്നത്. താഴെ തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ചു വളർന്നു വരുന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും ആദരവുമാണ് KC വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. നേതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരാളുടെ സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിലകൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അത്തരം നേതാക്കൾ ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. അവരുടെ പ്രവർത്തന ശൈലിയും ആത്മാർത്ഥതയും തന്നെയാണ് ഭാവിയെ നിർണ്ണയിക്കുന്നത്. കോൺഗ്രസിനും UDFനും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നതുപോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാൽ ഉയരട്ടെ. ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന തരത്തിലാണ് കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, അദ്ദേഹം ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം, സന്നദ്ധത അറിയിച്ചതാണ്. പക്ഷേ മറ്റു ചില ഇടപെടലുകളോട് അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിച്ചില്ല. തനിക്ക് പാര വെച്ചത് ആരാണ്? അല്ലെങ്കിൽ നേതൃത്വം തനിക്ക് മത്സരിക്കാൻ അനുവാദം തന്നതാണ്. പക്ഷെ അതിനിടയിൽ തനിക്ക് തുരങ്കം വെച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ തനിക്ക് അറിയാം, പക്ഷെ ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് നേരത്തെ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ തൻ്റെ കുതികാലി വെട്ടിയവർക്കെതിരെയുള്ള പടയൊരുക്കം, പടയോട്ടം, പടപ്പുറപ്പാട് കെ സുധാകരൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കുവച്ച KC വേണുഗോപാൽ നേതൃത്വത്തിലേക്ക് വരണം, അതായത് വ്യക്തമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ അടുത്ത് തുടർഭരണം ഉണ്ടാകില്ല, അടുത്ത് UDF അധികാരത്തിലേറുമെന്ന സർവേകൾ, അതുപോലെ തന്നെ നിഗമനങ്ങൾ ഒക്കെ വളരെ ആത്മവിശ്വാസത്തിലാണ് UDF പാളയം. അതായത് അടുത്ത അധികാരത്തിൽ അവർ വരുമെന്ന വിശ്വാസത്തിൽ. അതിനിടയിലാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് സമയമെടുത്തു സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കാൻ. മാത്രമല്ല ഈ കസേര അല്ലെങ്കിൽ ഇന്ന സ്ഥാനം അല്ലെങ്കിൽ ഇന്നടത്ത് നിൽക്കണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു മത്സരവും തമ്മിലടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഒരു കൂട്ടയടി കോൺഗ്രസിൽ നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ശങ്കുലികളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. കെ സുധാകരൻ തന്നെയാണ് ഇപ്പോൾ അതിന് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും VD സതീശൻ അനുകൂലികൾക്കെന്നും VD സതീശന്റെ അനുയായികൾക്കൊന്നും കെ സുധാകരൻ പറഞ്ഞ ഈ വാചകങ്ങൾ, KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ഈ വാചകങ്ങളൊന്നും അത്ര രസിച്ചിട്ടില്ല. അതിന് കീഴെ, അതായത് കെ സുധാകരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന്
കമന്റുകൾ നിറയുകയാണ്. സംഭവം കളറായിട്ടുണ്ട്. മുഖ്യമന്ത്രിയായ ജനങ്ങൾക്ക് വേണ്ടത് VD സതീശൻ എന്ന നേതാവിനെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. സുധാകരേട്ട നിങ്ങളോടുള്ള ബഹുമാനം കളയല്ലേ എന്നതടക്കമുള്ള കമന്റുകൾ നിറയുന്നുണ്ട്. സതീഷിനെ ഒതുക്കാൻ KCയെ കൊണ്ടുവരാൻ നിൽക്കരുത്. VD സതീശന്റെ ശക്തമായ നേതൃത്വമാണ് UDFന്റെ വിജയത്തിന്റെ തുടിപ്പെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കഴിവുള്ള ആൾ ദില്ലിയിൽ നിൽക്കട്ടെ. തൽക്കാലം VD സതീശന്റെ കഴിവ് കൊണ്ട് കേരളം തൃപ്തിപ്പെട്ടോളും. ഒരാൾ MP സ്ഥാനം രാജിവെക്കണം, വേറൊരാൾ MLA സ്ഥാനം രാജിവെക്കണം. ഇങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്ന് പറയുന്നവരുണ്ട്. KS എന്നാൽ ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ്, അതിലുപരി ആവേശമാണ്. പക്ഷേ അത് കളഞ്ഞു കുളിക്കരുത്. ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിന് ആവശ്യം VD സതീശനെ പോലെയുള്ള നേതാക്കളെയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്, കമന്റിൽ പറയുന്നുണ്ട്. മറ്റൊരാൾ പറയുന്നത് ആ പരിപ്പും കലവും മാറ്റി വെച്ചോളി, VD തന്നെ CM. അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ തന്നെയാണ്, അണികൾ വിചാരിക്കുന്ന പോലെയല്ല നേതാക്കൾ വിചാരിക്കൽ എന്ന് മറ്റൊരാൾ കമന്റ് കുറിച്ചിരിക്കുന്നു. VD സതീശൻ വരും, കേരളം വികസിക്കുമെന്ന് മറ്റൊരു കമന്റ്. മാത്രമല്ല ഞങ്ങൾക്ക് VD മതി, നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാണ്, VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ മതി. KC വേണുഗോപാൽ നല്ലൊരു നേതാവാണെന്ന് സമ്മതിക്കുന്നു, പക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കേണ്ട ആവശ്യമില്ല, VD സതീശൻ തന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആയാൽ മതി എന്ന ആവശ്യം നിലവിളി മുറവിളി K സുധാകരൻ പങ്കുവച്ച ഈ Facebook പോസ്റ്റിന് കീഴിൽ നിറയുകയാണ്. എന്തായാലും 2 തട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അധികാരം കിട്ടുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തമ്മിലടി കാരണം ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ നിർണ്ണയിക്കൽ നീണ്ടുപോകുമോ, സ്ഥാനാർത്ഥി നിർണയം നീണ്ടതുപോലെ വൈകിയതുപോലെ മുഖ്യമന്ത്രി നിയമിക്കുക എന്നത് നീണ്ടുപോകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. വോട്ട് എണ്ണി തുടങ്ങിയിട്ടില്ല, അതിനു മുന്നേ തന്നെയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലി ശക്തമാകുന്നത്. ആ സൂചന K സുധാകരൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവധിക്കാലം ആഘോഷിക്കുകയാണ്. അവധിക്കാലം ചെലവഴിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്ക് പിന്നാലെ അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. ട്രക്കിംഗ് നടത്തി. ഇതിൻ്റെയൊക്കെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. വനത്തിലാണ്, വനവാസത്തിനല്ല കട്ടായം. മെയ് 4 പെട്ടി പൊട്ടിക്കുമ്പോൾ വിസ്മയം പൂർത്തിയാകുമെന്ന കുറിപ്പോടെയാണ് ഓപ്പോസിഷൻ ലീഡർ VD എന്ന ഫേസ്ബുക്ക് പേജിൽ VD ഈ ഒരു വീഡിയോ ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള അവധി ദിവസങ്ങൾ ചെലവഴിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം K സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ VD സതീശൻ വനയാത്രയ്ക്ക് പോകുമെന്ന് വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ട്രക്കിങ്ങും മറ്റ് ഈ ഒരു ഉല്ലാസയാത്രയ്ക്കൊക്കെ പോയിരിക്കുന്നത് ഒരു വനത്തിനുള്ളിലാണ്. ഇത് വനവാസത്തിന് മുന്നോടിയായിട്ടുള്ള പരിശീലനമാണോ എന്നതടക്കമുള്ള ഒരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും താൻ വനവാസത്തിനല്ല എന്ന ഒരു കുറിപ്പോടെയാണ് അദ്ദേഹം ഈ ഒരു സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.